നാട്ടിലൊക്കെ പള്ളിയുണ്ട്. ആ പള്ളി പരിപാലന കമ്മിറ്റി ഫോം ചെയ്യുമ്പോ അള്ള പറഞ്ഞ കാര്യം എന്താ? 5 ഗുണമുള്ളവരെയാണ് പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ് സെക്രട്ടറി ആക്കേണ്ടത്. അപ്പൊ ഒരുപാട് പ്രസിഡന്റ് സെക്രട്ടറിയും പുറത്തേക്ക് പോകും, മുജാഹിദെന്നും സുന്നിന്നും ഒക്കെ പോകും. അള്ള പറഞ്ഞ പോലെ പള്ളി കമ്മിറ്റി ഫോം ചെയ്താൽ എല്ലാ മുസ്ലിം സംഘടനയിലെ പള്ളി പ്രസിഡന്റ് സെക്രട്ടറി പുറത്തേക്ക് വരും. ക്ഷമിക്കണം, അള്ള ഖുർആനിൽ പറയാണ് പള്ളി കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ തർക്കിക്കല്ലേ വേണ്ടത്, ഈ 5 ക്വാളിറ്റി ഉള്ളവരെ നിങ്ങൾ തെരഞ്ഞെടുത്തോളി. നാട്ടുകാരോട് അള്ള പറയാ, ഇന്നമായഅ്മുറു മസാജിദല്ലാഹ്. പള്ളി കമ്മിറ്റി തെരഞ്ഞെടുക്കാൻ ഖുർആനിൽ ആയത്തുണ്ട്. നാട്ടുകാർ പഠിച്ചില്ല, അതിന്റെ കുഴപ്പമാണ് എല്ലാ പള്ളിക്കും ഉള്ളത്. ഇലക്ഷനിൽ 500 ആളാ നമ്മുടെ ഈ പെരുമ്പാവൂർ റൂട്ടിലൊക്കെ നിർത്തേണ്ടി വരുന്നത്. വലിയ പള്ളി, വരുമാനമുള്ള പള്ളി, കോടികൾ വരുമാനമുള്ള പള്ളി, അടിയും കുത്തും ചവിട്ടും ഉണ്ടാക്കി പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന പള്ളി. അത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നില്ലേ? പെരുമ്പാവൂർ മൂവാറ്റുപുഴയുടെ സൈഡിലൊക്കെ ഉള്ള ചില പള്ളികള് പോലീസുകാരെ കാവലിരുത്തി ഇലക്ഷൻ നടക്കുന്ന പള്ളികള്. അള്ള പറയാണ് പള്ളി കമ്മിറ്റി ഫോം ചെയ്യുമ്പോ 5 ഗുണമുള്ളവരെ തെരഞ്ഞെടുക്കണം. ഈ 5 ഗുണമുള്ള പ്രസിഡന്റ്, ഈ 5 ഗുണമുള്ള സെക്രട്ടറി, ഈ 5 ഗുണമുള്ള ഖജാൻജി, ഈ 5 ഗുണമുള്ള വൈസ് പ്രസിഡന്റ്, ഈ 5 ഗുണമുള്ള ജോയിന്റ് സെക്രട്ടറി. ഇന്നമായഅ്മുറു മസാജിദല്ലാഹ്. 9-ാം അധ്യായം സൂറത്ത് തൗബ 18-ാമത്തെ ആയത്താ. സൂറത്ത് തൗബയിലെ 18-ാമത്തെ ആയത്ത്. അതിൽ ഒന്നെന്താ അള്ളാഹ് പറയണറിയോ? അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വാസമുള്ള ഒരാള്, ദർഗയിൽ പോകുന്ന ഒരാളല്ല. ദർഗയിൽ പോകുന്ന ആചാരല്ല പ്രസിഡന്റ് ആണ്ട്. മനസ്സിലായോ? മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്ന ആചാരല്ല പ്രസിഡന്റ് ആണ്ട്. അള്ളാഹനെ മാത്രം വിളിക്കുന്നവൻ, ഒന്നാമത്തെ ക്വാളിറ്റി. 2, ആഖിറത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആള്. ദുനിയാവിന് വേണ്ടി മത്സരിക്കുന്ന ആളല്ല, ആഖിറത്തിന് വേണ്ടി മത്സരിക്കുന്ന ആള്. വഫി ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ വമിസാജുഹു മിൻ തസ്നീം ഐന യശ്റബു ബിഹൽ മുഖറബൂൻ എന്ന് പറയുന്ന ആള്. അതിന് 2ാമത്തെ ഗുണം. 3, 5 നേരവും കൃത്യമായിട്ട് 1-ാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന ആള്. 4, സകാത്ത് കൊടുക്കുന്ന ആള്. 5, വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹനെ മാത്രം പേടിക്കുന്ന ആള്. അല്ല കൂടെയുണ്ട്, ആരൊക്കെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും സത്യത്തിനെതിരായി ഞാൻ ജീവിക്കില്ല എന്ന് തീരുമാനിച്ചിട്ട് എന്റെ കൂടെ എന്റെ നാഥനുണ്ട്. നിങ്ങളില്ലെങ്കിലും പണക്കാരെ നിങ്ങൾക്ക് പോകാം, സമ്പന്ന നിനക്ക് പോകാം, എന്റെ കൂടെ എന്റെ നാഥനുണ്ട്. വലം യഖ്ശ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആള് 9-ാം അധ്യായം. മനസ്സിലായോ? അങ്ങനെയുള്ള 18-ാമത്തെ വചനം. അങ്ങനെയുള്ള അള്ളാഹനെ മാത്രം പേടിക്കുന്ന ആളുകൾ അങ്ങനെയുണ്ടോ? അങ്ങനെയൊക്കെ കുറച്ച് കാര്യം ഖുർആൻ മനുഷ്യരോട് പറയുന്നുണ്ട്. ഗൗരവമായ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ.